ഒരിക്കൽ കൂടി നമുക്ക് തളിയിലേക്ക് പോകാം. ലിഷോയ് ഉണ്ട്, അവിടെ തുടരുന്നുണ്ട്. ലിഷോയ്, ഒരു മാറ്റവും ഇല്ല ദൃശ്യങ്ങളിൽ. ഇപ്പോഴും മന്ദഗതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് അതിന് വേണ്ടി പോളിങ്ങിന് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ടോക്കൺ നൽകി 6 മണിക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും അവർ ഈ ഗേറ്റ് അടച്ചതിന് ശേഷം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഈ കൃത്യം 6 മണിക്ക് തന്നെ പോളിങ്ങിന് അവസാനമായി എത്തിയിരിക്കുന്ന ആൾ മുതൽ ടോക്കൺ നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ആ ടോക്കൺ നൽകിയവർക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു ആവേശമായിരുന്നു ചേലക്കരയിൽ. അങ്ങനെ ആവേശം എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒട്ടും പോളിംഗ് ശതമാനം കുറയാത്ത രീതിക്ക് തന്നെയാണ് ചേലക്കരയിലെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം പോളിംഗ് ശതമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അല്പം പോളിംഗ് ശതമാനം ഇവിടെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വന്ന സമയത്ത് അത് മാറ്റം വന്നിരിക്കുന്നു. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 72.31% മാത്രമായിരുന്നു ചേലക്കര മണ്ഡലത്തിലെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കാണാം. അവിടെ ഒരു സ്ഥല പരിമിതി കൂടിയുണ്ട്. അതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ആളുകൾക്ക് നിൽക്കാൻ പോലും കൃത്യമായ സംവിധാനങ്ങളില്ല. അപ്പം ഇപ്പോഴും തിരക്കുണ്ട്. 100-ലധികം ആളുകൾ ഇനിയും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്.